പ്രിയപ്പെട്ട സുഹൃത്തെ നമസ്കാരം. JD's കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. 2021 ജനുവരി 8 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സ് ജനറൽ നോളേജ്. കോമ്പറ്റേറ്റീവ് എക്സാമിനെ വിജയിച്ചവർ അവരുടെ പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്നും പ്രിപ്പറേഷൻസും അപ്ഡേഷൻസുമാണ്. നമ്മൾ ഓരോ ദിവസവും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്താൽ തീർച്ചയായിട്ടും ഏതൊരു എക്സാമും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. ഇവിടെ ഈ വീഡിയോ ഓരോ ദിവസവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് നൽകിക്കൊണ്ട് നിങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുന്നു. അതേപോലെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. വിച്ച് ബാങ്ക് ഹാസ് ബിക്കംസ് ഇന്ത്യസ് ഫസ്റ്റ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ടു ട്രാൻസിഷൻ ടു എ സ്മോൾ ഫിനാൻസ് ബാങ്ക്? ചെറുകിട ധനകാര്യ ബാങ്കിലേക്ക് മാറുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗര സഹകരണ ബാങ്ക് ഏതാണ്? SMCB ശിവാലിക് മെർക്കന്റൈൽ കോപ്പറേറ്റീവ് ബാങ്ക്. 2021 ഏപ്രിലോടുകൂടി ഓപ്പറേഷൻസ് ആരംഭിക്കുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലൈസൻസ് ലഭിച്ച ശിവാലിക് മെർക്കന്റൈൽ കോപ്പറേറ്റീവ് ബാങ്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് സ്മോൾ ഫിനാൻസ് ബാങ്കിലേക്ക് മാറുന്നത്. 4000 കസ്റ്റമേഴ്സ് ഉള്ള ഈ ബാങ്കിന് 31 ബ്രാഞ്ചുകൾ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഡൽഹി, ഉത്തരാഖണ്ഡിലുണ്ട്. വിച്ച് ബാങ്ക് ഹാസ് സ്റ്റാർട്ടഡ് ദി 24/7 അവൈലബിലിറ്റി ഓഫ് ബാങ്കിങ് സർവീസസ് ത്രൂ വാട്സ്ആപ്പ് ഓൺ ദി ഫസ്റ്റ് വീക്ക് ഓഫ് 2021? 2021 ആദ്യ ആഴ്ചയിൽ വാട്സപ്പ് വഴി 24/7 മണിക്കൂർ ബാങ്കിങ് സേവനങ്ങളിലൂടെ ലഭ്യത ആരംഭിച്ച ബാങ്ക് ഏതാണ്? ബാങ്ക് ഓഫ് ബറോഡ. ബാങ്ക് ഓഫ് ബറോഡയാണ് ജനുവരി ആദ്യ ആഴ്ചയിൽ തന്നെ വാട്സപ്പിലൂടെ ബാങ്കിങ് സർവീസ് ആരംഭിച്ചിട്ടുള്ളത്. ICICI ബാങ്ക്, HDFC ബാങ്ക്, കോട്ടക് മഹീന്ദ്ര ബാങ്കിനും വാട്സപ്പിലൂടെ ബാങ്കിങ് സർവീസ് ഉണ്ട്. വിച്ച് സ്റ്റേറ്റ് റോൾഡ് ഔട്ട് ദി ലോഞ്ച് പാഡ് സ്കീം ടു മേക്ക് യൂത്ത് സെൽഫ് റിലയൻറ്റ് by continuing their education and training? വിദ്യാഭ്യാസവും പരിശീലനവും തുടരുന്നതിലൂടെ യുവാക്കളെ സ്വയാശ്രയരാക്കുന്നതിനായി ലോഞ്ച് പാഡ് പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം? മധ്യപ്രദേശ് ഗവൺമെൻറ്റാണ് ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പുറത്തിറങ്ങിയ 18 വയസ്സ് പൂർത്തിയാക്കിയ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഈ ലോഞ്ച് പാഡ് സ്കീം ആവിഷ്കരിച്ചിട്ടുള്ളത്. മധ്യപ്രദേശിലെ 52 ജില്ലകളിലാണ് ഈ ലോഞ്ച് പാഡ് സ്കീം പ്രാവർത്തികമാക്കുന്നത്. ഹൗ മച്ച് എമൗണ്ട് ഹാസ് ബീൻ അനൗൺസ്ഡ് ബൈ JNK ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ഓൺ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് പാക്കേജ് 2021 ഓൺ 7th January 2021? 2021 ജനുവരി 7 വ്യാവസായിക വികസന പാക്കേജ് 2021 സംബന്ധിച്ച് JNK ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ എത്ര രൂപ പ്രഖ്യാപിച്ചു? 28,400. ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ 28,400 കോടി രൂപ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് പാക്കേജ് 2021 പ്രഖ്യാപിച്ചു. ഈ പാക്കേജിന്റെ പ്രധാന ഉദ്ദേശം 4.5 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും 20,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആകർഷിക്കുകയുമാണ്. ഈ പാക്കേജിന്റെ കാലാവധി 2037 വരെ ഉണ്ടായിരിക്കും. ദി സെന്റർ ഹാസ് ഡിസൈഡഡ് ടു ഫോം എ കമ്മിറ്റി ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ലാംഗ്വേജ്, കൾച്ചർ ആൻഡ് ലാൻഡ് ഓഫ് വിച്ച് റീജിയൻ? ഏത് പ്രദേശത്തെ ഭാഷ, സംസ്കാരം, ഭൂമി എന്നിവയുടെ സംരക്ഷണത്തിനായി ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ കേന്ദ്രം തീരുമാനിച്ചത്? ലഡാക്കിന്റെ ഭാഷ, കൾച്ചർ, ഭൂമി എന്നിവയുടെ സംരക്ഷണത്തിനായി കേന്ദ്ര ഗവൺമെന്റ് ഒരു കമ്മിറ്റി രൂപീകരിച്ചു. Renowned fashion designer Satyapol passed away on January 6, 2021. He was known for giving a modern look to which traditional outfit? പ്രശസ്ത ഫാഷൻ ഡിസൈനർ സത്യപോൾ 2021 ജനുവരി 6 അന്തരിച്ചു. ഏത് പരമ്പരാഗത വസ്ത്രത്തിന് ആധുനിക രൂപം നൽകിയതിലൂടെ അദ്ദേഹം
പ്രശസ്തനായത്? സാരി. പരമ്പരാഗത വസ്ത്രമായ സാരിയെ ആധുനിക രൂപം നൽകിയതിലൂടെ പ്രശസ്ത ഫാഷൻ ഡിസൈനർ സത്യപോൾ വളരെ പ്രശസ്തനായി. ഇദ്ദേഹമാണ് 2021 ജനുവരി 6 അന്തരിച്ചത്. നെയിം ദി ഇന്ത്യൻ അമേരിക്കൻ ഹു ഹാസ് ടേക്കൺ ഓവർ ദി പോസ്റ്റ് ഓഫ് US ആർമീസ് ഫസ്റ്റ് ചീഫ് ഇൻഫർമേഷൻ ഓഫീസർ. US ആർമിയുടെ ആദ്യത്തെ ചീഫ് ഇൻഫർമേഷൻ ഓഫീസർ സ്ഥാനം ഏറ്റെടുത്ത ഇന്ത്യൻ അമേരിക്കക്കാരൻ്റെ പേര്? രാജ് അയ്യർ. US ആർമിയുടെ ആദ്യത്തെ ചീഫ് ഇൻഫർമേഷൻ ഓഫീസർ എന്ന പോസ്റ്റിലേക്ക് രാജ് അയ്യറിനെ തിരഞ്ഞെടുത്തു. ഇദ്ദേഹമാണ് ഈ പദവിയിൽ ചുമതല ഏറ്റെടുത്തിട്ടുള്ളത്. ജോയ് ബൈഡൻ വൺ ഹൗ മെനി ഇലക്ട്രൽ വോട്ട്സ് ടു കൺഫേം ഹിസ് വിക്ടറി ഇൻ ദി US പ്രസിഡൻഷ്യൽ ഇലക്ഷൻസ് 2020? 2020 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ തൻ്റെ വിജയം സ്ഥിരീകരിക്കാൻ ജോയ് ബൈഡൻ എത്ര ഇലക്ട്രൽ വോട്ടുകൾ നേടി? 306. 306 ഇലക്ട്രൽ വോട്ട്സ് ആണ് ജോയ് ബൈഡൻ നേടിയത്. 232 വോട്ട്സ് പ്രസിഡന്റ് ട്രംപും. 2021 ജനുവരി 7 US കോൺഗ്രസ് ജോയ് ബൈഡന്റെ വിജയം സ്ഥിരീകരിച്ചു. To which country England women's cricket team is making their historic trip in October 2021 for the 2020 series? 2021 ഒക്ടോബറിൽ 2020 പരമ്പരയ്ക്കായി ഇംഗ്ലണ്ട് വനിതാ ക്രിക്കറ്റ് ടീം ചരിത്രപരമായ യാത്ര നടത്തുന്നത് ഏത് രാജ്യത്തേക്കാണ്? പാകിസ്ഥാൻ. നമ്മളിന്ന് ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഓരോ പ്രാവശ്യം ഇതേപോലെ അപ്ഡേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ഏതൊരു എക്സാമും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.